നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ദേശീയപാത കൂരിയാട് പാർസൽ ലോറി ഡിവൈഡർ ഇടിച്ച് അപകടം. കൂരിയാട് പാലം കഴിഞ്ഞ് ആറുവരിപ്പാതയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് സ്ഥാപിച്ച ഡിവൈഡർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് സംഭവം. കൊല്ലത്ത് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന കാർഗോയുടെ പാർസൽ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. വേങ്ങര പോലീസും ഹൈവേ പോലീസും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൂരിയാട് ആറുവരിപ്പാതയിൽ തകർന്ന ഭാഗത്ത് പ്രവൃത്തി നടക്കുന്നതിനാൽ ഗതാഗതം തടഞ്ഞുകൊണ്ട് റോഡിന് കുറുകെ സ്ഥാപിച്ച ഡിവൈഡറിലാണ് ലോറി ഇടിച്ചത്. പുലർച്ചെ നല്ല മഴയായതിനാലും നേർറോഡായതിനാലും പെട്ടെന്ന് യാതൊരു സൂചനാ ബോർഡുകളും സ്ഥാപിക്കാതെ വെച്ച ഡിവൈഡർ ശ്രദ്ധയിൽപ്പെടാതിരുന്നതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. പാലത്തിൽ നിന്നും പ്രവേശിച്ചതിന് പിന്നാലെ സർവീസ് റോഡിലേക്ക് കടക്കുന്നതിനാൽ തന്നെ പെട്ടെന്ന് ഡിവൈഡർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. റോഡ് അടച്ചതായുള്ള സൂചനാ ബോർഡുകൾ ഇല്ലാത്തതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് ഡ്രൈവർ പറഞ്ഞു. എങ്ങനെയാണ് സംഭവിച്ചത്? നല്ല മഴ രാവിലെ വരുമ്പോൾ മഴത്തിന് സംഗതി ഞാൻ ഇത് ഉണ്ടെന്ന് അറിയുന്നത് നോക്കിയിട്ടൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് സംഗതി കഴിയുന്നു പോയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഡിവൈഡർ അങ്ങനെ വെച്ചതുകൊണ്ടാണ് ലെവൽ റോഡിൽ വിലങ്ങനെ ഡിവൈഡർ വെച്ചു. 3 ലൈൻ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അത് ഒരു ലൈനായി മാറുകയാണ്. സിംഗിൾ ലൈനിലോട്ട് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. മഴയും കൂടെ ഏതായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നറിയാം അല്ലേ? അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഒന്ന് വലിയ കാലിന് ഇങ്ങനെ പരിക്കൊണ്ട് കഴിച്ചില്ലായിപ്പോലെ വേറെ വല്ലാതെ ഇടിച്ചില്ല. എന്ത് ഇടിക്കാൻ നിങ്ങൾ വലിയ സ്പീഡിലല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ സൈഡിൽ അവിടെ ഇടിച്ചിട്ട് മെല്ലെ നിരങ്ങിയ വണ്ടി വന്നിട്ടുള്ളൂ. അത് ഞാൻ ശരിക്കും അടയാളം കാണുന്ന ടൈമിൽ അല്ലാതെ ഓവറിൽ നിങ്ങൾ ഫ്രണ്ട് നേരെ ഇടിച്ചതല്ലല്ലോ. അല്ല അത് കണ്ടാൽ മനസ്സിലായി മെല്ലെ വന്നിട്ടുള്ളൂ. ചുമരുമ്പോൾ ചാരി മെല്ലെ വണ്ടി വന്നത്. എല്ലാ സിഗ്നൽ കൊടുക്കുവാണെങ്കിൽ വണ്ടിക്കാർ ഇച്ചിരി കൂടെ ശ്രദ്ധിക്കാം. 3 മീറ്ററെങ്കിലും മുമ്പേ നമുക്ക് സിഗ്നൽ കിട്ടണം. നിസാര പരിക്കുകളോടെയാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത്. ലോറിക്ക് അമിത വേഗതയില്ലാത്തതും അപകടത്തിൻ്റെ തീവ്രത കുറച്ചു. റോഡ് അടച്ചതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് 100 മീറ്റർ അകലെ സൂചനാ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ആദ്യമായി ഇതുവഴി പോകുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോമ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ. അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ. മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.